അപ്പോ ഇതെന്റെ ആദ്യത്തെ ചെറിയ ലോങ് വീഡിയോ ആണ്. അപ്പൊ നിങ്ങള് നഴ്സുമാരായ ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വീഡിയോ ഒക്കെ ഉണ്ടാക്കുന്നത്. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാല് ബോണിന്റെ ഒരു സ്ട്രക്ചറിനെ പറ്റിയാണ്. ബോണിന്റെ കാര്യങ്ങളാണ് ഞാനിവിടെ നിങ്ങളെ പാ- പഠിപ്പിക്കാൻ പോകുന്നത്. ഈ ബോണ് നമുക്ക് ഈ ഒരു ബോണിന്റെ പാർട്ടുകളും കാര്യങ്ങളുമാണ്. ഇതിപ്പോ ഒരു രണ്ട് ബോണിന്റെ ഇത് ആന്റീരിയർ വ്യൂ ആണ്. താഴെ ഞാൻ പോസ്റ്റീരിയർ വ്യൂ കൊടുത്തിട്ടുണ്ട്, അത് കാണിച്ചു തരാം. ഇപ്പം ഇതിപ്പോ ചെറിയ ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം, ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ആഹ് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത്. ഈ ഫീമറിന്റെ ഇതൊരു ഫീമർ ബോൺ അല്ലെ ടിബിയ ബോൺ, ഏത് ബോൺ വേണമെങ്കിലും ആയിക്കോട്ടെ. ഇതൊരു ബോണിന്റെ പിക്ചറിന് വേണ്ടി ഞാൻ എടുത്തു വന്നേ ഉള്ളൂ, നമുക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട്. ഇത് ഫീമർ ബോൺ ആണ്. ഈ ഫീമർ ബോണിന് നമുക്ക് മൂന്നായിട്ട് തിരിക്കാം. ഇത് ഷാഫ്റ്റ്, ഓക്കെ, ഇത് അപ്പർ, ഇത് പ്രോക്സിമൽ, ഇത് ഡിസ്റ്റൽ. അങ്ങനെയാണ് ഞാനിവിടെ പറയുന്നത്. ഇപ്പോൾ ഓപ്പറേഷൻ തിയേറ്ററിൽ വരുന്ന പോസ്റ്റിംഗ് ഉള്ള നഴ്സുമാർക്ക് പ്രത്യേകമുള്ള വീഡിയോ ആണ് ഇത്. ഈ മോൾ വശം നമ്മൾ പ്രോക്സിമൽ എന്ന് പറയുന്നു. പ്രോക്സിമൽ ഏരിയ, PROXIMAL. ഈ പ്രോക്സിമൽ ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഹെഡ്, നമ്മുടെ തല, ഹെഡിനോട് അടുത്ത സ്ഥലങ്ങൾക്കെല്ലാം പ്രോക്സിമൽ ഏരിയ എന്ന് നമ്മൾ പറയും. ഹെഡിനോട് അടുത്ത ഭാഗങ്ങൾക്കെല്ലാം പ്രോക്സിമൽ ഏരിയ എന്ന് നമ്മൾ പറയും. അതുപോലെ എവേ ഫ്രം ദ ഹെഡ്, എവേ, ഹെ അകലെ, എവേ ഫ്രം ദ ഹെഡ് നമ്മൾ ഡിസ്റ്റൽ ഏരിയ എന്ന് പറയും. അപ്പം ഇത് പ്രോക്സിമല്, താഴെ ഡിസ്റ്റൽ. ഇതാണ് നമ്മൾ നോർമലി എല്ലാ കാര്യത്തിലും, അത് ബോൺ മാത്രമല്ല, ശരീരത്തിന്റെ ഏത് പാർട്ടുകളായിക്കോട്ടെ, നമ്മൾ അതിലെല്ലാം സർജൻസ് യൂസ് ചെയ്യുന്ന ഒരു വേർഡാണ് പ്രോക്സിമൽ ആൻഡ് ഡിസ്റ്റൽ. ഓക്കെ. ഇനി മീഡിയൽ. മീഡിയൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ മിഡ് ലൈൻ ഉണ്ട്, ബോഡിയുടെ മിഡ് ലൈൻ. രണ്ട് കാലിന്റെ ഇടയ്ക്ക് നേരെ മേളിലോട്ട് വരുമ്പോൾ അതാണ് മിഡ് ലൈൻ. ഈ മിഡ് ലൈനിന്റെ വശത്തോട്ട് വരുന്ന സ്ഥലങ്ങളാണ് മീഡിയൽ. ഇത് മീഡിയൽ സൈഡും ഇപ്പുറത്തേത് ലാറ്ററൽ സൈഡും ആണ്. ലാറ്ററൽ, ഇവിടെ ലാറ്ററൽ സൈഡും ഇപ്പറേ മീഡിയൽ സൈഡും, അങ്ങനെയാണ് പറയുന്നത്. ഇപ്പൊ മനസ്സിലായി കാണുമല്ലോ. അതായത് ഹെഡിന്റെ ആ വശത്തോട്ടുള്ള പ്രോക്സിമലും നേരെ ഓപ്പോസിറ്റ് താഴോട്ട്, അതിപ്പം ഏത് ബോൺ ആയിക്കോട്ടെ, താഴോട്ടുള്ളത് ഡിസ്റ്റലും സൈഡിലോട്ടുള്ളത് മീഡിയലും എവേ ഫ്രം ദ മീഡിയൽ ലാറ്ററൽ സൈഡും ആയിട്ടാണ് പറയുന്നത്. അപ്പൊ എക്സ്റേ നിങ്ങൾ ഫയലൊക്കെ എടുത്ത് നോക്കുമ്പോൾ കാണാം, അതിൻ്റെ അകത്ത് ലാറ്ററൽ, AP ലാറ്ററൽ എന്നൊക്കെ സർജന്മാര് എഴുതിയേക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ആ അതിന്റെ അർത്ഥം എന്താണെന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് എക്സ്റേ എടുക്കേണ്ടത്. ഓക്കെ, ഇത്രയും മനസ്സിലായല്ലോ. ഇനി വേറൊരു കാര്യം, അത്യാവശ്യം വേണ്ട കാര്യം ഞാൻ കാണിച്ചു തരാം. ആ, അതിൻ്റെ അകത്ത് ദേ താഴെ ഒരു പിക്ചർ ഇട്ടിട്ടുണ്ട്. നിങ്ങൾ ഓപ്പറേഷൻ തിയേറ്ററിലൊക്കെ വരുമ്പോൾ പോസ്റ്റിംഗ് ചെയ്യുന്ന ആൾക്കാർ കണ്ടു കാണും, പലതരം സ്ക്രൂസ് ബോണിനകത്ത് യൂസ് ചെയ്യുന്നത്. അതിൻ്റെ അകത്ത് പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് സ്ക്രൂസ് ഉണ്ട്. അതായത് ബോണിന്റെ അകത്ത് കെനാൽ ഉണ്ടെന്നറിയാം, ഇന്റർ മെഡുലറി കെനാലാണ് ഈ കാണുന്ന അവിടെ ബോൺ മാരോ ആണ് ഇരിക്കുന്നത്. ഈ കെനാലിന്റെ സൈഡിൽ, ആ ബോണിന്റെ, അതായത് കെനാല് സെന്ററിൽ കൂടെ പോകുന്നു, രണ്ട് സൈഡിലും കട്ടിയായ ബോണ്. ഈ കട്ടിയായ ഭാഗം, അതായത് ഈ മിഡ് ഷാഫ്റ്റ്, ഈ ഈ ഒരു ഏരിയ കണ്ടോ, ഈ ഒരു ഏരിയക്ക് മേളിലോട്ട് കട്ടിയായ ഭാഗമാണ് ഇതിന് പറയുന്ന പേരാണ്. അത് ഈ ബോണിന്റെ കട്ടിയായ പേര്, കാരണം നല്ല കട്ടിയാണ്. അതിന്റെ അകത്ത് ആണി, നല്ല സ്ട്രോങ് ആണി അടിക്കണം. ആ ആണി, ആ ആണി അടിക്കുന്ന ഏരിയയുടെ പേരാണ് കോർട്ടെക്സ്. അപ്പൊ കോർട്ടിക്കൽ സ്ക്രൂസ് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ ഓപ്പറേഷൻ തിയേറ്ററിൽ കേൾക്കാം. കോർട്ടിക്കൽ സ്ക്രൂസ്. ഈ കോർട്ടിക്കൽ സ്ക്രൂസ് ആണ് ഈ കോർട്ടെക്സ് ഏരിയയിൽ കയറത്തുള്ളൂ. മനസ്സിലായല്ലോ, കാരണം ഇത് ഭയങ്കര കട്ടിയാണ്. ഈ താഴോട്ട് ഇത്രയും ഭാഗം, ഇത് ക്യാൻസലസ് ഏരിയയാണ്. ക്യാൻസലസ്, CANCELOUS, ക്യാൻസലസ് ഏരിയ. അപ്പോൾ ഇതിന്റെയൊക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള പവർ പോയിന്റ് പ്രസന്റേഷൻ ഞാൻ ഫ്രണ്ടിലോട്ട് ഇടുന്നുണ്ട്. ബേസിക് ആയിട്ടുള്ള ഒരു ഫസ്റ്റ് വീഡിയോ എന്ന നിലയ്ക്ക് ഞാൻ ഇടുന്നതാണ്. അപ്പൊ ഇത് ക്യാൻസലസ് ഏരിയ ആണ്. ക്യാൻസലസ് ഏരിയ എന്ന് പറഞ്ഞാൽ ഒരു, ഇപ്പൊ സിമ്പിൾ ആയിട്ട് നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഒരു ഒട്ടകം മരുഭൂമിയിലൂടെ പോവുകയാണെങ്കിൽ ആ ഒട്ടകത്തിന്റെ കാലയില് നമ്മൾ കമ്പി കുത്തി വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും? ഒട്ടകത്തിന് ശരിക്കും നടക്കാൻ പോലും പറ്റില്ല, കാരണം കമ്പി പെട്ടെന്ന് അങ്ങ് ഇറങ്ങിപ്പോവും മണ്ണിലോട്ട്. അപ്പം ഈ ക്യാൻസലസ് ഏരിയ അതുപോലെയാണ്, മണൽപ്പരപ്പ് പോലെയാണ്. നമ്മള് കട്ടിയായിട്ടുള്ള സാധനം, ഈ കോർട്ടിക്കൽ സ്ക്രൂ നമ്മൾ ഇവിടെ കയറ്റി കഴിഞ്ഞാൽ സ്പോഞ്ച് പോലെയാണ്, അതങ്ങ് കുത്തി ഇറങ്ങിപ്പോവും. അപ്പൊ ഇവിടെ നമ്മൾ ഇത് ക്യാൻസലസ് ഏരിയയിൽ നമ്മൾ യൂസ് ചെയ്യുന്ന സ്ക്രൂവിന്റെ പേരാണ് ക്യാൻസലസ് സ്ക്രൂ. ആ സ്ക്രൂ നിങ്ങ
ആ സ്ക്രൂവിന്റെ അറ്റമെല്ലാം പരന്നതാണ്. ഒട്ടകത്തിന്റെ കാൽ നല്ല പരന്നതല്ലേ? അതായത് താറാവും കുഞ്ഞ് വെള്ളത്തിൽ ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ ആ വെള്ളത്തിൽ ഈസി ആയിട്ട് തുഴയാൻ പറ്റും. പക്ഷെ കോഴിക്കുഞ്ഞിന് തുഴയാൻ പറ്റൂല. അപ്പൊ അങ്ങനെ ഒരു ഡിഫറൻസ്. നമുക്ക് നല്ല ഒരു പ്രഷർ കിട്ടും. അങ്ങനെയുള്ള ഈ ഏരിയയിൽ ഇടുന്ന സ്ക്രൂസിന്റെ പേരാണ് ക്യാൻസലസ് സ്ക്രൂ. അപ്പൊ മോളില് കോർട്ടിക്കൽ ബോണിന് കോർട്ടിക്കൽ സ്ക്രൂവും താഴെയുള്ള ഈ ഏരിയാസ് ഇവിടെ ആയിക്കോട്ടെ മേളിലായിക്കോട്ടെ ഏത് സൈഡിലാണെങ്കിലും ഈ ഇവിടെയാണെങ്കിലും ക്യാൻസലസ് ഏരിയ ആണ്. ഇതും ക്യാൻസലസ് ഏരിയ ആണ്. ഇത് കോർട്ടിക്കൽ ഏരിയ ആണ്. കോർട്ടിക്കൽ ഏരിയയിൽ കോർട്ടിക്കൽ സ്ക്രൂസും ക്യാൻസലസ് ഏരിയയിൽ ക്യാൻസലസ് സ്ക്രൂസും ആണ്. ഇത് ബോഡിയിൽ എല്ലാ പാർട്ടിലുള്ള ബോണിന് ആപ്ലിക്കബിൾ ആണ്. അപ്പൊ നിങ്ങൾ ഇങ്ങനെയുള്ള വീഡിയോസ് കാണാൻ ആ, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. കൂടുതൽ നഴ്സിംഗ് വീഡിയോസുമായിട്ട് ഞങ്ങൾ ആ, മുൻപോട്ട് വരുന്നതായിരിക്കും. ഈ വീഡിയോയിൽ എന്തെങ്കിലുമൊക്കെ തെറ്റുകുറ്റങ്ങൾ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. അപ്പം എല്ലാവർക്കും ബൈ.